ജയേട്ടനെ യഥാർത്ഥത്തിലുള്ള ജയേട്ടനെ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ നേരിട്ട് ബന്ധമുണ്ട്, വാട്സപ്പ് കോള്. അതെ, ചേട്ടനല്ല എന്റെ എല്ലാ വീഡിയോസും ഞാൻ ആദ്യം അയച്ചു കൊടുക്കാറ് ജയേട്ടനാ. അപ്പൊ തന്നിട്ടുള്ള ഏറ്റവും മികച്ച ഒരു കോംപ്ലിമെന്റ് എന്താണ്? നമ്മള് ചില കാര്യങ്ങൾ മനസ്സിൽ ഭയങ്കരമായിട്ട് ഓർത്തു വെക്കില്ലേ? തീർച്ചയായിട്ടും ജയേട്ടനോട് എന്റെ വീഡിയോനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ജയേട്ടൻ പറഞ്ഞു, നീ എടുക്കുന്ന എഫേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്റെ എല്ലാ വീഡിയോസും കാണും, എല്ലാറ്റിനും എനിക്ക് റിപ്ലൈ തരും. അതന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അവാർഡല്ലേ? അതെ അതെ, സത്യമായിട്ട്. ഇങ്ങനെ അച്ഛത്ത് ബിജുമേനൻ ഇരിക്കുമ്പോഴേ, ബിജുമേനൻ നമ്മൾ യഥാർത്ഥ ജീവിതത്തിലും ചേട്ടൻ കുറച്ചിങ്ങനെ മാറി നിൽക്കുന്ന കുറച്ചൊരു ഇൻട്രോവേർട്ട് ആണ്. ചേട്ടനും സത്യത്തിൽ അങ്ങനെയാണോ? ചെറുതായിട്ട് അങ്ങനെയാന്ന് പറയാം. ഇങ്ങോട്ട് വരാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ മുറിയുടെ അകത്തിരിക്കുന്നു. എന്റെ ലാസ്റ്റാണ് ഇങ്ങോട്ട് കയറി വരുന്നത് പോലും. അല്ല, അത് വീണ വിളിച്ചപ്പോ പേടിച്ചിട്ട് വരാൻ വേണ്ടിയുള്ള മടിയായിരുന്നാ പേടിച്ചിരിക്കുന്നു. അല്ല, നമ്മുടെ ഫഹദ് ഫാസിലിനെ നോക്കിയാ ഫഹദിനുള്ള ആ ഒരു മുടികൊഴിച്ചിൽ വരെ ശരിക്കും ചേട്ടൻ ഇവിടെ കൊഴിച്ചു വെച്ചേക്കണാണോ? കൊഴിച്ചല്ല, കൊഴിഞ്ഞു പോയതാണ്. ഗൾഫിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുമ്പോഴേ സ്വാഭാവികമായിട്ട് അവിടുത്തെ വെള്ളമൊക്കെ ഉപയോഗിച്ചിങ്ങനെ പോയതാ. ചാക്കോച്ചൻ മൊത്തത്തിൽ അടിമുട്ടി ചാക്കോച്ചനായിട്ടിരിക്കുകയാണ്. ചേട്ടൻ എത്ര വർഷമായി ചാക്കോച്ചനെ അനുകരിക്കുന്നു? ഞാനൊരു 25 വർഷമായി. 25 വർഷമായിട്ട് ചാക്കോച്ചനെ ചാക്കോച്ചൻ 97 മലയാള സിനിമയിൽ ചേക്കേറി അതേ സമയം തന്നെയാണ് ഞാൻ പുള്ളിനെ അനുകരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം 25 വർഷം മലയാള സിനിമയിൽ തയ്ച്ചു, 25 വർഷം ഞാൻ മിമിക്രി ഫീൽഡിൽ തയ്ച്ചു. ആണ് ചാക്കോച്ചനെ വിട്ട് ജീവിക്കല്ലേ? കാരണം പുള്ളിയാണ് എന്റെ അന്നം, അതുകൂടി പറയാമല്ലോ. അത് അനുകരിച്ച് അവസാനം പിന്നെ നമ്മുടെ ജീവിതമാർഗമായി മാറി, നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായി അദ്ദേഹം മാറി. ഈ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതെ, ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം എന്നൊരു പ്രോഗ്രാമിൽ ചാക്കോച്ചൻ വന്നപ്പോൾ ഞാനും ചാക്കോച്ചനും ഒരുമിച്ച് ഒരു വേദി ഒരുമിച്ച് ഡാൻസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് മസ്കറ്റിലെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാവരും. അല്ല, ആ ടൈമിൽ ഈ സംഭവങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല, ഈ റീൽസും സംഭവങ്ങളൊന്നും ഇല്ല. അതിന് മുമ്പാണ് അത് നിന്റെ ഭാഗ്യം. ആ അതെ. അപ്പൊ കണ്ടു പോകുന്നു. പക്ഷെ ആ ടൈമിൽ ഒരു ഫോട്ടോ പോലും എടുത്തില്ല, സെൽഫി പോലും എനിക്ക് തോന്നിയില്ല ആ ടൈമിൽ എടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വീഡിയോസും സംഭവങ്ങളൊക്കെ ആയപ്പോ ഒരു മിസ്സായി ശരിക്കും പറഞ്ഞു. യഥാർത്ഥ ജീവിതത്തിലെ നസ്രിയ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്, 2 പിള്ളേര്. ഇപ്പൊ ചുമ്മാ ഇരിക്കുന്നു വീട്ടില് കൊറേ നാള്. അല്ലല്ല, അങ്ങനെയല്ല. റീസൺ ഉണ്ടോ? എന്താ സംഭവം അറിയാമോ? നമ്മളൊരു പ്രവാസ ലോകത്ത് പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭഗതാന്ന് പറഞ്ഞ് കൂളിനകത്ത് വെച്ച് അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചേട്ടാ ഇഷ്ടംപോലെ സേവിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ചേട്ടനൊക്കെ ചില്ലി. സത്യം പറഞ്ഞ സേവിങ്സ് ഒന്നും ഇല്ല, സേവിങ്സ് ഒക്കെ അവിടെ പോയി. അല്ല, കമ്പനി കൊറോണ ഒക്കെ വന്നില്ലേ, കോവിഡ് ഒക്കെ വന്നപ്പോഴത്തേക്ക്. അല്ല, ഇപ്പൊ വീട്ടുകാർ പറയുന്നത് നിനക്കൊക്കെ പോലെ പഠിക്കുമ്പോ അല്ല, അത് കറക്റ്റാ പറഞ്ഞത്.